സമീപ പഞ്ചായത്തുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ മലമ്പനി പടർന്നു പിടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് ചെമ്പകപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി ഏകദിന സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെമ്പകപ്പാറ പ്രാഥമിക കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA രജനി ഉദ്ഘാടനം ചെയ്തു. നിലവിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ മലമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏകദേശം 1000-ലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ തൊഴിലുടമകളെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ ആളുകളെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ഇന്ന് സ്ക്രീനിംഗ് നടത്തിയത്. ജൂലൈ 15-ന് ശേഷം നാട്ടിൽ പോയി തിരികെ എത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് ഇന്ന് സ്ക്രീനിങ്ങിന് വിധേയമാക്കിയത്. മലമ്പനിയെ ഉറവിടത്തിൽ തന്നെ കണ്ടെത്തി നിയന്ത്രണ വിധേയമാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ നാട്ടിൽ പോയി തിരികെ മടങ്ങി വരുന്ന സമയത്തും പുതിയ അതിഥി തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തൊഴിലിനായി കൊണ്ടുവരുമ്പോഴും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച പരിശോധന നടത്തണമെന്ന് തൊഴിൽ ഉടമകളോട് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വിഭാഗവും നിർദ്ദേശിച്ചു. ഇതോടൊപ്പം ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽ ഉടമകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുകയും ഇതിലൂടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ അറിയുവാനും വേണ്ട നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നൽകുവാനും സാധിക്കും. ചെമ്പകപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ചേർന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി KA ഉദ്ഘാടനം ചെയ്തു. മഴക്കാലം എത്തുന്നതോടുകൂടി തന്നെ മഴക്കാല രോഗങ്ങളും നമ്മളോടൊപ്പം തന്നെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് ജാഗ്രതയോടെ ഇരിക്കുക, അതിന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതുകൂടെ നമ്മൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ PHC-യുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. തൊഴിലാളികളെ നമ്മുടെ എന്റെ സ്വന്തം വാർഡിലായിരുന്നു ഒരു മസ്തിഷ്കജ്വരം വന്ന ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അന്ന് ഇവരെ എല്ലാവരെയും തന്നെ നമ്മൾ എല്ലാ വാർഡിൽ നിന്നും ആളുകളെ സംഘടിപ്പിക്കുകയും 1000-ഓളം ആളുകൾക്ക് അവർക്ക് വേണ്ടുന്ന നമ്മൾ ഹിന്ദിയിൽ തന്നെ അവർക്ക് ഒരു മെഡിക്കൽ ക്യാമ്പ് പോലെ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ഇലിപ്പുലിക്കാട്ട് അധ്യക്ഷനായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ ജേസൺ C ജോൺ വിഷയാവതരണം നടത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതിൻ, സിസ്റ്റർ മോൻസി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ സമാന രീതിയിൽ സ്ക്രീനിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനാണ് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. കഴിഞ്ഞ നാളിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് 4 മുക്കുവാടിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു അന്യസംസ്ഥാന തൊഴിലാളി സ്ത്രീ മരിച്ചിരുന്നു. ഇതിനുശേഷം വിപുലമായ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിനുടനീളം നടത്തിയത്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസുകളും അടക്കം ഇതിന്റെ ഭാഗമായി അത് സംഘടിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്തിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.